ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രഡേഷൻ പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രന്ഥശാലകളുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി ഗ്രഡേഷൻ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയാണ് ആലത്തൂർ SMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KN സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ചുരുങ്ങിയ 20 മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഗ്രേഡിന് അർഹത ഉണ്ടാകുള്ളൂ. ആ 20 മാർക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം വേണം? 1000 പുസ്തകം, 2000 പുസ്തക വിതരണം, 100 പത്രം, 6 ആനുകാലികം, 50 അംഗങ്ങൾ ഇത്രയുണ്ടായിരുന്നു. അപ്പൊ ഒരു ലൈബ്രറി അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണത്. 1-2 താലൂക്കിൽ പോയപ്പോൾ പുതിയ അഫിലിയേഷൻ കൊടുത്താണ്. അവിടെ പോയപ്പോൾ മെമ്പർ ചോദിച്ചപ്പോൾ മെമ്പറും ഇല്ല, ലിസ്റ്റും ഇല്ല, മെമ്പർഷിപ്പ് പോകുന്നില്ല. പുസ്തകങ്ങൾ ചോദിച്ചപ്പോൾ 8-10 പുസ്തകങ്ങൾ മുക്കിൽ മൂലയിൽ വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ലാതെ അഫിലിയേഷൻ ചില താലൂക്ക് കമ്മിറ്റികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലൈബ്രറികൾ നമ്മുടെ ഈ താലൂക്കിൽ ആലത്തൂർ താലൂക്കിൽ ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അവിടെ പോയിട്ടുള്ള 3-4 ലൈബ്രറികൾ നല്ല ലൈബ്രറികളായിരുന്നു. ചില താലൂക്കിൽ പോയ പല, പക്ഷെ അങ്ങനെയുള്ളവർക്കൊന്നും ഗ്രേഡ് കൊടുക്കില്ല. കാരണം ചിലപ്പോൾ അഫിലിയേഷൻ ചിലപ്പോൾ ഓടിച്ചിട്ടാവും. ഇതൊക്കെ കാണിച്ചിട്ട് അഫിലിയേഷൻ കൊടുക്കണമെങ്കിൽ തന്നെ ഇതെല്ലാം ഉള്ള ഗ്രന്ഥശാലകൾ 1 വർഷക്കാലം പ്രവർത്തിച്ചാലും അഫിലിയേഷൻ കൊടുക്കാൻ വേണ്ടി പോകും. ഗ്രന്ഥശാലകളെ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പരിശീലന ക്ലാസ്സിൽ വിശദീകരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം K ചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. സെക്രട്ടറി MK കബീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CC ചന്ദ്രബോസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.